ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് വണ്ണിൽ നല്ലപോലെ ബേസ് കിട്ടിയിട്ട് പ്ലസ് ടു അക്കൗണ്ടൻസിക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത്. പ്ലസ് വണ്ണിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്ലസ് ടുവിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് പഠിപ്പിക്കാൻ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് സൈഡ് തന്നെ നിങ്ങൾ പഠിക്കുന്നത്. കൂടാതെ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, അയാൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഭൂരിഭാഗം കുട്ടികളും നമുക്ക് സ്കൂളിലെ കോമ്പിനേഷൻ കാണാൻ സാധിക്കുക. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയുടെ ചാപ്റ്റേഴ്സിലെ കുട്ടികൾ എണ്ണി വെച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ടാവുക, സാറേ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് 4 ചാപ്റ്ററിലേ പഠിക്കാനുള്ളൂ, പ്ലസ് ടു അക്കൗണ്ടൻസി വളരെ കുറച്ചാണല്ലോ പഠിക്കാനുള്ളൂ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്കുണ്ട്. പക്ഷേ നമുക്ക് 10 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് സാറ് പറയും. അപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓപ്ഷനാണ് കുട്ടികൾക്കെങ്കിൽ 6 ചാപ്റ്റേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്. നിങ്ങൾ AFS ബേസ്ഡ് ആണെങ്കിൽ AFSലും 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അങ്ങനെ പ്ലസ് ടു അക്കൗണ്ടൻസി നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് തന്നെ കവർ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് തുടങ്ങി ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മേ ബി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനോ കാൽക്കുലേഷൻ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക അല്ലേ. അപ്പം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞു, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു, ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിലോ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. അവിടെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകാതെ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഒരു പക്ഷേ നിങ്ങൾ സ്കൂളുകളിലൊക്കെ നമുക്ക് നേരെ സെക്കൻഡ് ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ണറിലേക്ക് പോകും. പക്ഷെ നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസും കൂടെ അതത് സമയത്ത് വേണം. ദാറ്റ് മീൻസ് നമുക്ക് ടേം എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് സൈഡിൽ നിന്ന് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന മുഴുവൻ ചാപ്റ്ററിന്റെ മുഴുവൻ പോർഷനും അതുപോലെ തന്നെ അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 50% പോർഷൻസ് ആണ് ഉണ്ടാവുക. കൂടാതെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റവും സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അത് നല്ലപോലെ നമ്മൾ 2 ചാപ്റ്റേഴ്സ് 2 ടോപ്പിക്കും നല്ലപോലെ കമ്പൈൻ ചെയ്ത് പഠിക്കണം. കാരണം അവസാനത്തേക്ക് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് 6 ചാപ്റ്റർ പഠിക്കേണ്ട ഒരു 20 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ മക്കളെല്ലാവരും പ്ലസ് 1 ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മുടെ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കണ്ടന്റ് തരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഒരു ബാച്ച് നിങ്ങളെ പഠിപ്പിക്കും, യുവ ബാച്ചിലൂടെ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും ഇൻഡിവിജ്വലി ഡൗട്ട് ചോദിക്കുന്നു, ആ ടീച്ചർ അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. ഞങ്ങൾ ഹോംവർക്കുകൾ തരുന്നു, ആ ഹോംവർക്ക് നിങ്ങൾ അയച്ചു തരുന്നു, ഞങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എക്സാമിനേഷൻ സ്ട്രക്ചേർഡ് ആയിട്ട് എക്സാമിനേഷൻ നടത്തുന്നു. കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ സപ്പോർട്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ 40 മാർക്സ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ സപ്പോർട്ട് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ബാച്ചിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു യൂട്യൂബ് ക്ലാസ്സിൽ നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ എൻറ്റയർലി ആ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു. ഓരോരുത്തരെയും പേരെടുത്തുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരെയും കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് യുവ ബാച്ചിലുള്ളത്. അപ്പോൾ മക്കൾക്ക് നല്ലപോലെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഒരു യൂട്യൂബ് ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ഒരു യുവ ബാച്ചിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കെയറിങ്ങും ഞങ്ങളുടെ ക്ലാസ്സുകളും അതിൻ്റെ ഒരു ചേഞ്ച് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല സമയത്തോടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയും നമ്മൾ വൈകിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം ജോയിൻ ചെയ്ത പോലെ ഇനി നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇനിയും ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ സമയം നമുക്ക് വൈകിട്ടില്ല. കാരണം നമുക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തീർച്ചയായും ആപ്പിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. കൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡ് ക്ലാസ് അവിടെ കിടക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും, കാരണം പ്രാക്ടിക്കൽ തുടങ്ങാനായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മുടെ യുവ ബാച്ച് ഉള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് വൈകിട്ടില്ല. ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ട് തീർച്ചയായും ഇൻവൈറ്റ് ചെയ്യണം അവരെ. സോ ആപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് യുവ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്ക് നമുക്ക് പബ്ലിക് എക്സാമിന് സ്കോർ ചെയ്യണം. A+ അല്ല, പെർസെൻറ്റേജ് നമുക്ക് കൂട്ടണം. നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് വേണ്ടത്. A+നൊക്കെ അപ്പുറത്തേക്ക് പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പെർസെൻറ്റേജ് മാർക്കോട് കൂടി നമുക്ക് പ്ലസ് 2 പാസ് ആവണം. ഇനിയും ജോയിൻ ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും.